എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചെക്കിലെ ജോബ് വേക്കൻസി ഇതിനെക്കുറിച്ചെല്ലാം പറയാനുള്ളത്. അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട്. അതായത് ഞാനന്ന് പോളണ്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടുതരാം. കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ട് ഹരി പറയുന്ന പോലെ നെഗറ്റീവാണ് എന്നൊക്കെ, പക്ഷേ അതിൽ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾ ചോദിച്ചത് എന്തെന്നാ, എന്നാൽ അവനങ്ങ് തിരിച്ച് വന്നൂടെ, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നതെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ചില ആൾക്കൊക്കെ അറിയാം, ഇവിടെ വന്നവർക്ക് അറിയാം അവരെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ. കാരണം ലോൺ എടുത്തിട്ടും, അതായത് ഓരോ ഏജൻസി ചോദിക്കുന്ന തന്നെ 4, 5, 6 ഇതേപോലുള്ള പൈസയാണ് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് അവർ പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ അവസ്ഥയിലാകുമ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമില്ല. കാരണം തിരിച്ചു പോയാൽ ഈ ലോൺ അടക്കണം ബാങ്കിൽ, അല്ലെങ്കിൽ വീടും കൊണ്ട് അവർ പോകും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്നേ പറ്റൂ. അത് ആദ്യത്തെ കാര്യം. പിന്നെ നെഗറ്റീവൊക്കെ മറച്ച് വെച്ച് പോസിറ്റീവ് മാത്രം ഇട്ടാൽ നിങ്ങൾ വിചാരിക്കും എല്ലാം ഓക്കെ ആണെന്നൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവും അറിയണം. അപ്പോൾ ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് സാഹചര്യം, അപ്പം അതിൻ്റേതായ ഒരു തയ്യാറെടുപ്പൊക്കെ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയും കൂടെ ചേർക്കുന്നത് വീഡിയോയിൽ. കാരണം നിങ്ങൾ കുറേ ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ ഫസ്റ്റ് വേണ്ടത്, അതായത് വന്ന് എല്ലാ കാര്യങ്ങളും റെഡിയായി, നിങ്ങളെ കോൺട്രാക്റ്റ് ഒക്കെ റെഡിയായി, നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യണം. അതായത് ഇത് കമ്പനിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഏജൻസിയാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. അതായത് നിങ്ങൾ TRC കാർഡ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്. TRC കാർഡിനെ പറ്റി ഞാൻ ആദ്യം പറയാം. TRC കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് കുറേ ഇവിടെ വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന് നിൽക്കട്ടെ, നിങ്ങൾക്ക് അങ്ങോട്ട് മാറണമെങ്കിൽ TRC കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ചെക്കിലൊക്കെ ഇപ്പം ശരിക്കും ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാണ്ടൊന്നും അവർ ജോലിക്ക് എടുക്കുന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് വേണം. അപ്പം ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കുറേ പൈസയും കൊടുത്ത് ഇവിടെ വന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയാകുമ്പോൾ TRC കാർഡും ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും ഇല്ല. അതേപോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെക്കിലെ കാര്യം തന്നെ പറയാം. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റാഫ്, ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റാഫ് ഇവിടെ വന്നാൽ കമ്പനി ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക എന്നതാണ്. അതായത് നിങ്ങളെ ഹെൽത്ത് ഇൻഷുറൻസ്, നിങ്ങളെ TRC കാർഡ്, നിങ്ങളെ കോൺട്രാക്റ്റ് എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് TRC കാർഡിന് വേണ്ടി കമ്പനി ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യും. നിങ്ങളിവിടെ വന്ന് എനിക്കൊന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് കിട്ടും. അതാണ് ചെക്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇല്ലീഗലായിട്ട് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇല്ലയെന്ന് തന്നെ തോന്നുന്നു. അങ്ങനത്തെ കമ്പനി അങ്ങനെയുള്ളവരെ ഇവിടെ നിയമിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ TRC കാർഡ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അപ്പോൾ എവിടുന്നാണ് നമുക്കൊരു നല്ല ഭാഗ്യം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല, നമുക്ക് ആ ജോബിലേക്ക് പോകാൻ കഴിയില്ല. കമ്പനി വിളിക്കാനേ ഇല്ല, അവർക്ക് ആദ്യം ഡോക്യുമെൻറ്റ്സൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മാറും? അതുകൊണ്ടൊക്കെ പറയുന്നത്, നിങ്ങൾ നല്ലൊരു ഏജൻസി നല്ല കമ്പനിയിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലത്. അത് പോളണ്ടായാലും എവിടെയായാലും പ്രശ്നമില്ല. അപ്പോൾ അതിൽ തന്നെ അരി പറയുന്നുണ്ട്, ഇവിടെയും നല്ല കമ്പനി ഉണ്ട്, പക്ഷേ കിട്ടണമെങ്കിൽ ലാംഗ്വേജൊക്കെ അറിയണം. അപ്പം അതുവരെ ഇങ്ങനെ നിന്ന് പോലെ രക്ഷയുള്ളൂ. ഇപ്പോൾ TRC കാർഡ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. 9 മാസമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ തന്നെ കുറേ ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഈ പോളണ്ടിൽ ഉള്ളവർ തന്നെ. അതായത് ഞങ്ങളും പെട്ടു, ഹരി പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്. അതേപോലെ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇതെല്ലാമാണ് ആ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നെഗറ്റീവ് മാത്രമേ അവൻ പറയുന്നുള്ളൂ എന്നല്ല, നല്ലതും പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് പോളണ്ടിൽ പോകുന്നത് കൊണ്ടല്ല, അതായത് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കണം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ ഇങ്ങനത്തെ കാർഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു നല്ലൊരു ജോബ് തിരയാനോ മാറാനോ ഇല്ല, ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി നമ്മളെ ചെക്കിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ കുറേ ആൾ ചോദിച്ചിന് ഇങ്ങനെ വേക്കൻസിൻ്റെ കാര്യം. ഇവിടെ ഇപ്പം കൂടുതലായിട്ട് വരുന്നത് കാർ മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ്. നമ്മളെ സ്കോഡ പോലെയുള്ള കമ്പനി, അതേപോലുള്ള കാർ കമ്പനിയിലേക്കാണ് ഇപ്പോൾ അധികം വേക്കൻസികളും വരുന്നത്. കുറേ ആൾക്ക് ഈ വർക്ക് പെർമിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഡേറ്റ്
കൊടുത്തത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കമ്പനി വഴി എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അത് ചില ആൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ കിട്ടിയത്. ഈ 2-3 പിന്നെ കമൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ. അതേപോലെ എൻ്റെ അറിയുന്ന ഒരു സ്റ്റാഫ് പിന്നെ കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. മൂപ്പറെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കമ്പനി തന്നെയാണ് ഡയറക്റ്റ് എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് മാസമായി, ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന്. ഒരു പ്രതീക്ഷയുണ്ട് പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിരിക്കുകയെന്ന്. അപ്പം നിങ്ങൾ ഇപ്പം ജോബ് വേക്കൻസി പറയുന്നത് ഈ കാർ കമ്പനിയിൽ ഇതേപോലെയുള്ള കമ്പനിയിലേക്കല്ലാന്ന്. പക്ഷേ ഇവിടെ വേക്കൻസി ഉണ്ട്, ഇവിടെ വന്നവർക്ക്. പക്ഷേ ചെക്ക് ലാംഗ്വേജ് ചോദിക്കുന്നു, അതാണ് ഒരു പ്രശ്നം. കാരണം ഒരു 2-3 പ്രാഗിലുള്ള എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സാണ്, അവരെ ഞാൻ നേരിട്ട് കാണുകയൊക്കെ ചെയ്തതിന്. ഷുഹൈൽ എന്നൊക്കെയാണ് പേര്. അപ്പോൾ ഇന്നലെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് അന്വേഷിച്ചു, അതായത് ഒരു കമ്പനിയിലേക്ക്. അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ചെക്കിലാന്ന് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്, 2-3 സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആടെ ചാൻസ് ഉണ്ടോ മാഡം, ഇന്ത്യക്കാരാണ്, അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടും എന്ന് പറഞ്ഞേരം മാഡം പറഞ്ഞ് ചെക്ക് അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇവിടെ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരുമില്ല, നിനക്ക് വേണമെങ്കിൽ വരാമെന്ന്, അത് എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാഡം, ഞാൻ ഇങ്ങനെ യോഗ എല്ലാം ചെയ്യുന്നതാണ്, അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്തത്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് അപ്പം അവർ ചെക്ക് അറിയാത്തതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോ, ഞാൻ അതിനെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ ചെക്ക് അറിയാത്ത അവർക്കും ജോലി കിട്ടുന്ന കമ്പനികളുണ്ട്, പക്ഷെ നമ്മളത് തിരഞ്ഞ് പിടിക്കണം, അതാണ്. അപ്പോൾ ഇതെല്ലാമാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവൻ നെഗറ്റീവാണ് ഇടുന്നെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അതായത് നിങ്ങളിപ്പം ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വരുമ്പോൾ അപ്പോൾ അവിടുത്തെ നെഗറ്റീവ് വശങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാലും നിങ്ങൾക്കൊരു ഇതുണ്ടാവും, അവിടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത്, അതുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലൊന്നും അത് ചിന്തിക്കേണ്ട. അപ്പം ഞങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്കൊരു നല്ല കമ്പനിയിൽ കിട്ടണം എന്നാണ്. അപ്പോൾ ഇതേപോലത്തെ കമ്പനിയിലൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് TRC കാർഡും ഇല്ല ഒന്നും ഇല്ലാണ്ട് നിന്നാൽ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്കറിയുന്ന 2-3 പെൺകുട്ടികൾ. അപ്പോൾ അവർ ഇപ്പോൾ ഇടിയില്ല, 2 മാസം മുമ്പേ ഇറ്റലിയിലേക്ക് പോയി. അവരെ ബന്ധുക്കൾ ആൻറ്റി അവരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടാ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചേരം പറഞ്ഞ് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ചെക്കിൽ വർക്ക് വലിയ ഹാർഡൊന്നുമല്ല, പക്ഷേ സാലറി കുറവ്. അപ്പോൾ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവരവിടെ ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് അവിടെ TRC കാർഡൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്, കുറേ നാൾ നിൽക്കേണ്ടി വരും. പക്ഷേ നാട്ടിലൊന്നും പോകാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കാർഡെല്ലാം ആക്കിയിട്ട് വേണം നാട്ടിൽ പോകാൻ. അപ്പോൾ അതുവരെ എവിടെയും പോകാതെ ഇവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചവർ അവർ പറഞ്ഞ് ജോലി കുഴപ്പമില്ല, അവർക്ക് കിട്ടുന്നതിനെക്കാട്ടിയും ശമ്പളം കെയർ ടേക്കറായിട്ട്. ഇപ്പം അധികം അതാണല്ലോ ഇറ്റലിയിൽ ഇപ്പം ജോലി. അപ്പോൾ കുറേ ആൾക്കാർ ആ ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ അവിടെ ഉണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഹോട്ടലിലേക്ക് പോയെന്ന്. അപ്പം ഇന്നും നാളെ ലീവാണ്. അപ്പോൾ റൂമിലെടുത്തും ബോറടിച്ച് ഇപ്പം വിചാരിച്ചെന്നാൽ വെൽനെസ്സിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വെൽനെസ്സിൽ വന്നതാണ്. ഞാനിപ്പോൾ പോകുന്നത് വെൽനെസ്സിലാണ്. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. വീടിന് അധികം സൗണ്ടിൽ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സൗണ ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കണം. അപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം 3 ഡിഗ്രിന്ന് പോയി നോക്കണം. അപ്പോൾ ഇതിലൊരു 10 മിനിറ്റ് പോയിരിക്കും. എന്നിട്ട് ശരീരം മൊത്തം വേർപ്പിച്ച് നല്ല പാങ്ങിലൊന്ന് കുളിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോണും കൊണ്ട് കയറിയതാണ്. ഇതിൻ്റെ ഫോണും കൊണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഫോണ് പുറത്ത് വെച്ചിട്ട് വേണം ഇതിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ഫോണെടുത്തത് ഞാൻ. ഇതിൽ ഈ കാണുന്ന വെള്ളം ഒഴിച്ചാൽ നല്ല ചൂടിൽ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത്രയും ഇങ്ങനെ നമ്മളെ കരിങ്കല്ലിങ്ങനെ പഴുത്തിരിക്കുന്നു ചൂടായിട്ട്. ക്ലൈൻ്റെല്ലാം ഉണ്ട് ഇടാം.
മൂപ്പർ പോക്കായി തിരിച്ചു. അപ്പം നമുക്ക് വേണ്ട ടവലും കാര്യമെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം കുളിച്ചിട്ടെല്ലാം വന്ന് ഇവിടുന്ന് തോർത്താനൊക്കെയാണ് ഇത് ഈ സംഭവം. അപ്പോൾ സൗണ്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്നത് ചായയെല്ലാം കുടിച്ചിട്ട് വേണം പോകാൻ. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പോകും. അപ്പോൾ ചായ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല സെൻഷ്യൻ്റെ ചായ ആക്കിയിട്ടുണ്ട്. ഇതും കൊണ്ട് ആടെ സ്ഥലമുണ്ട്, ആടെ പോയി കടന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചായയെല്ലാം കുടിച്ചിട്ടേ പോകും. ഇതിലാണ് ചായയും ഇതെല്ലാം ആക്കുന്നത്. അപ്പോൾ ക്ലൈൻറ്റിന് കൊടുക്കുന്ന കേട്ടാ. പിന്നെ നമ്മളും ഇപ്പോൾ ഒരു ക്ലൈൻ്റ് അല്ലേ, ഡ്യൂട്ടി ഇല്ല. അപ്പോൾ അമ്മ ഒരു ക്ലൈൻറ്റിനെ പോലെയാണ് ഇടാം എന്നിട്ട് ഇടാം വിശ്രമിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് നല്ല ജ്യൂസൊക്കെ കൂട്ടിയിരിക്കുന്നു. അവിടെ തോമാസിൻ്റെ മോനും ഉണ്ട്. ഇവ അപ്പുറത്ത് നിന്ന് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തിന്നിട്ടേ ഇന്ന് പോകുന്നില്ലോ. ചെക്ക് ചെയ്യാനല്ല കേട്ടാ, ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. എന്നാലേ നമ്മൾ ചെക്ക് ഭാഷയൊക്കെ പഠിക്കും. അങ്ങനെ സൗണ്ടെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെടുത്ത് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന്. അപ്പോൾ എന്തെങ്കിലും നല്ല അപ്ഡേറ്റ് കിട്ടിയാൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ.